ഉണ്ടായിരുന്ന ഒന്നാം സ്ഥാനം തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും പിടിച്ചെടുത്ത റിപ്പോർട്ടർ ചാനലിനെ കനത്ത പ്രഹരമേൽപ്പിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. എം.വി. നികേഷ് കുമാർ വിട്ട ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ പ്രധാന മുഖങ്ങളിലൊന്നും നട്ടെല്ലുമായി മാറിയ ഉണ്ണി ബാലകൃഷ്ണനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ചാനൽ യുദ്ധത്തിൽ ഏഷ്യാനെറ്റ് മേൽക്കൈ പിടിക്കാൻ ഒരുങ്ങുന്നത്. അരുൺകുമാർ തുടങ്ങി ഒരു നിര ജേർണലിസ്റ്റുകൾ അണിനിരക്കുന്ന റിപ്പോർട്ടർ ഫ്ലോറിൽ പരിചയസമ്പന്നത കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന ആധികാരികത കൊണ്ടും വളരെ പെട്ടെന്ന് ശ്രദ്ധേയനായ ജേർണലിസ്റ്റാണ് ഉണ്ണി. ചാനലിന് വിശ്വാസ്യത ഇല്ലെന്ന് പല കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ റിപ്പോർട്ടർ മുന്നോട്ട് വയ്ക്കുന്ന തുറുപ്പുചീട്ടുമായിരുന്നു അദ്ദേഹം. ഇന്ന് പുറത്തു വന്ന ടെലിവിഷൻ റേറ്റിംഗ് ചാർട്ടിൽ 105.69 പോയിന്റ് നേടിയ റിപ്പോർട്ടർ TV ഒന്നാമതെത്തിയപ്പോൾ 98 പോയിന്റുമായി ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തായി. കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ റിപ്പോർട്ടർ 97.71 ഏഷ്യാനെറ്റ് 92.21 പോയിന്റുമാണ് നേടിയത്. തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല, നേരിയ തോതിലെങ്കിലും നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നിർണായകമായ കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ ആദ്യകാല ജേർണലിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഡൽഹി റിപ്പോർട്ടറും ബ്യൂറോ ചീഫുമായിട്ടാണ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായത്. പിന്നീട് നേതൃനിരയിൽ ചിലരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഏഷ്യാനെറ്റ് വിട്ട അദ്ദേഹം മാതൃഭൂമിയിലും യു ടോക്ക് എന്ന ഓൺലൈൻ ചാനലിലും പ്രവർത്തിച്ച ശേഷമാണ് റിപ്പോർട്ടർ ചാനലിലെത്തിയത്.